ഇതിൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കണം. അതായത് ഈ മാധുവിൻ്റെ കാര്യത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ യുനാനിമസ് ആയിട്ടുള്ള ഒപ്പീനിയനാണ്. ഇവിടെ ജില്ലാ സെക്രട്ടറി സഖാവ് ജോയ് ചൂണ്ടിക്കാണിച്ച വിവിധ പ്രശ്നങ്ങളെല്ലാം തന്നെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് ഒരു ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് മധുവിന് സാധിക്കില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഏകകണ്ഠമായി ഈ സമ്മേളന കാലയളവിൽ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് നിശ്ചയിച്ചത്. അതിനകത്ത് ജില്ലാ സെക്രട്ടറിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പങ്കൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ്, സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റിലെ മെമ്പർമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മധുവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ, കത്തുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് അയാളെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് വ്യക്തിപരമായി ഒരാളിൻ്റെ മേൽ ചാർത്താൻ വേണ്ടി നടത്തുന്ന പരിശ്രമം അപഹാസ്യമാണ്. അയാൾക്ക് അത്ര രാഷ്ട്രീയ ധാരണയേ ഉള്ളൂ എന്ന് നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അത് കുറച്ച് ശരിക്കും വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണ്. ഈ മധുവിനെ കുറിച്ചുള്ള വ്യക്തിപരമായി സാമ്പത്തിക ആരോപണം അടക്കമുള്ള മറ്റ് പരാതികൾ പാർട്ടി ലീഡർഷിപ്പിന് നേരത്തെ ലഭിക്കുകയോ പാർട്ടി കമ്മിറ്റികൾ അത്തരം ചർച്ചകൾ വരുന്നു? നിരവധി കത്തുകളെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ രീതിയുണ്ട്. അതാണ് ജോയ് ഇവിടെ പറഞ്ഞത്. ഞങ്ങളെല്ലാം പരിശോധിച്ചു. പറയേണ്ട സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കാം. ഇപ്പോൾ ഞങ്ങൾ അത്രയും വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമല്ലോ. ഞങ്ങൾ ഇന്നലെ ഒരു സ്വയം വിമർശനം ജോയ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടേതുപോലുള്ളൊരു പാർട്ടിയുടെ CPM-ൻ്റെ ഒരു ഏരിയ സെക്രട്ടറി ആയിരിക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള പക്വതയോ സംഘടനാപരമായിട്ടുള്ള അറിവോ ഇല്ലാത്തൊരാളെ ഏതോ ഒരു ഘട്ടത്തിൽ ആക്കി എന്നുള്ള വസ്തുത ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നവരാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത വിമർശനം മാത്രമല്ല, സ്വയംവിമർശനം നടത്തും. നമുക്കെവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. അയാളുടെ രാഷ്ട്രീയ സംഘടന ആഴം മനസ്സിലാക്കാൻ പഠിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഇത്തരം നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരുടെ വ്യക്തിപരമായ ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ മറ്റ് ചില ഇടപാടുമായി ബന്ധപ്പെട്ട് പോകുന്ന അത്തരം കാര്യങ്ങളിലുള്ള സൂക്ഷ്മത ഈ ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് ലീഡർഷിപ്പും പരിശോധിക്കുമെന്നാണ്. നിശ്ചയമായിട്ടും എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിഴവുകൾ പറ്റാമല്ലോ, തെറ്റുകൾ പറ്റാമല്ലോ, നമ്മുടെ കാൽക്കുലേഷനിൽ പിഴവുകൾ സംഭവിക്കാമല്ലോ, നമ്മുടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ കുറവുകൾ ഉണ്ടാകാമല്ലോ. ഇയാൾ ദീർഘകാലം വിദേശത്തായിരുന്നു. പ്രവാസി മലയാളി സമൂഹത്തോട് ഞങ്ങളെടുക്കുന്ന ഒരു നല്ല നിലപാടുണ്ട്. അപ്പോൾ ഒരു 30 വർഷക്കാലത്തെ പ്രവാസി ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അയാളുടെ മറ്റു കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. അയാളെ ഒരു സാധാരണ പ്രവാസിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റായിട്ട് കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ പോരായിരുന്നു എന്നാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്.